പാതിരാത്രി 1 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് VS പോയ ഒരു രാത്രിയുണ്ട്. അത് 4 കർഷക തൊഴിലാളി യുവതികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനായിരുന്നു. 1970 നവംബർ 2 നടന്ന പോലീസുകാർ പ്രതികളായ ബലാത്സംഗ കേസായിരുന്നു അത്. ആരും അറിയില്ല എന്ന് കരുതി ഭരണകൂടം അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ സംഭവം ഇരുട്ടി വെളുക്കും മുൻപ് VS ഒറ്റയ്ക്ക് കേരള ജനതയുടെ മനസ്സാക്ഷിക്ക് മുന്നിലെത്തിച്ചു. അതായിരുന്നു VS. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമവും ക്ഷമിക്കാൻ പറ്റാത്ത സഖാവ്. നെഹ്റു ട്രോഫി വാർഡിൽ 4 കർഷക തൊഴിലാളി യുവതികളെ 8 പോലീസുകാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്ന് ടെലഗ്രാം വഴിയാണ് VS അറിയുന്നത്. അപ്പോൾ പുലർച്ചെ 1 മണി. നേരം വെളുക്കാൻ അദ്ദേഹം കാത്തുനിന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഉടൻ പുറപ്പെട്ടു. സംഭവ സ്ഥലത്തെത്തി ഇരകളായ സ്ത്രീകളോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഉടനെ തന്നെ പിറ്റേന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് മടക്കം. നവംബർ 3 അടിയന്തര പ്രമേയവുമായി അദ്ദേഹം സഭയിലെത്തി. പിന്നെ ഇങ്ങനെ തുടങ്ങി. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി കിട്ടിയ ടെലഗ്രാം അനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ പോയി നേരിട്ട് അന്വേഷിച്ചതിൽ എനിക്ക് കിട്ടിയ വിവരങ്ങൾ പറയുകയാണ്. VS പറഞ്ഞത് സഭാംഗങ്ങളും ഞെട്ടലോടെയാണ് കേട്ടത്. സർക്കാർ ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ ആഭ്യന്തരമന്ത്രി CH മുഹമ്മദ് കോയ മറുപടി നൽകി. ഒടുവിൽ 8 പോലീസുകാരുടെ പേരിൽ കേസെടുത്തു. അന്നു തുടങ്ങിയ പോരാട്ടം 90-ാം വയസ്സിൽ 3 പെമ്പിളൈ ഒരുമ സമരത്തിലും കണ്ടു. ജീവിതത്തിൽ VS താങ്ങായി നിന്ന മറ്റൊരു സ്ത്രീയാണ് KK രമ. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെയും മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും ദുഃഖത്തിൽ പങ്കുചേരാൻ VS ഒഞ്ചിയത്തേക്ക് പോയ ദിവസവും മറക്കാനാകില്ല. 2012 ജൂൺ 2 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട് 30 ദിവസങ്ങൾ തികയുന്ന ദിവസം. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം കൂടിയായിരുന്നു അന്ന്. രാവിലെ 10:15 KK രമയുടെ ഫോണിലേക്ക് ഒരു കോൾ. അപ്പുറത്ത് VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് ആണ്. VSന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഫോൺ എടുത്ത് VS പറഞ്ഞു, ഞാൻ ഒഞ്ചിയത്തേക്ക് വരുന്നു. വിവരമറിഞ്ഞ് CPM നേതൃത്വം ഞെട്ടി. TP വധമുണ്ടാക്കിയ കടുത്ത വേദനയെ നീറിക്കൊണ്ടിരുന്ന RMP പ്രവർത്തകർക്ക് പ്രത്യാശയുടെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ഒഞ്ചിയം അലകടലാകുന്നതാണ് കണ്ടത്. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തി. മണ്ടോടിത്താഴ റോഡും തൈവച്ചപ്പറമ്പിൽ വീടുമെല്ലാം ജനസാഗരമാകുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. 12 മണിയോടെയാണ് ജനസാഗരത്തിനിടയിലേക്ക് VS വന്നിറങ്ങുന്നത്. നേരെ KK രമയുടെ മുറിയിലേക്ക്. പിതാവിന്റെ മുന്നിൽ മകൾ എന്ന പോലെ രമ ആ കൈകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പി. അന്ന് രമ VSനോട് പറഞ്ഞു, അങ്ങേ കണ്ടാണ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചത്. അവസാനം വരെ സഖാവിന്റെ ആദർശവും ഊർജവും ചന്ദ്രശേഖരൻ കൈവിട്ടിട്ടില്ല. അദ്ദേഹത്തെ ഇല്ലാതാക്കിയിട്ടും ഭീഷണി തുടരുകയാണ്. ആ വാക്കുകൾ കേട്ട ശേഷം VS പറഞ്ഞു, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരമാണ് അടച്ചിട്ട മുറിയിൽ രമയോട് VS സംസാരിച്ചത്. പിന്നീട് ഒഞ്ചിയം സമരസേനാനി പുറവിൽ കണ്ണൻ, TPയുടെ അമ്മ പത്മിനി അമ്മ, രമയുടെ അച്ഛൻ KK മാധവൻ, RMP നേതാവ് N വേണു, KK ജയൻ എന്നിവരും VSനോട് ഒഞ്ചിയത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഏറ്റവും ഒടുവിൽ ചന്ദ്രശേഖരൻ പണിത പുതിയ വീട്ടിലേക്ക് VSനൊപ്പം രമ കയറി. പിന്നെ TPയുടെ ശവകുടീരത്തിന് മുന്നിൽ. ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച TPക്ക് മുഷ്ടി ചുരുട്ടി VSന്റെ അഭിവാദ്യം. കൂടി നിന്നവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് VSനെ അന്ന് യാത്രയാക്കിയത്. ഒഞ്ചിയത്തെ RMP പ്രവർത്തകർക്ക് വലിയ ആവേശം പകർന്ന സംഭവമായിരുന്നു അത്. TPയുടെ പ്രസ്ഥാനത്തിനൊപ്പം പൊതുജന സേവനത്തിനിറങ്ങാൻ KK രമയെ പ്രാപ്തയാക്കിയതിലും ഈ സന്ദർശനത്തിന് വലിയ പങ്കുണ്ട്. ഇതേക്കുറിച്ച് KK രമ തിങ്കളാഴ്ച ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായയായി നിന്ന വേളയിൽ ആശ്വാസത്തിന്റെ കരസ്പർശമായിരുന്നു പ്രിയ സഖാവ്. അന്ത്യാഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.